ലോകത്തെ ഏറ്റവും പവർഫുള്ളായ മിലിറ്ററി ഫോഴ്സുകളിലൊന്നാണ് ഇന്ത്യൻ ആർമി. ചങ്കൂറ്റവും ദേശസ്നേഹവും കൈമുതലാക്കിയ ധീരജവാന്മാരുടെയും റഫേലും മിറാഷും INS വിക്രാന്തും അർജുൻ MK1 S-400 ഉൾപ്പെടുന്ന കിടയറ്റ വജ്രായുധങ്ങളുടെയും ബലത്തിൽ കരയിലും കടലിലും വായുവിലും ഒരുപോലെ ശക്തരായ ഇന്ത്യൻ ആർമി നടത്തിയ ധീരമായ ചില ഓപ്പറേഷനുകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഓപ്പറേഷൻ വിജയ്. സ്വാതന്ത്ര്യത്തിന് ശേഷവും പോർച്ചുഗീസുകാർ തന്നെ ഭരണം കൈയാളിയിരുന്ന പ്രദേശമായിരുന്നു ഗോവ. ആ ഗോവയെ പോർച്ചുഗീസിൽ നിന്ന് മോചിപ്പിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കാൻ 1961 ഡിസംബർ 18-19 തീയതികളിൽ ഇന്ത്യൻ കരസേനയും നാവികസേനയും വായുസേനയും ഒരുമിച്ച് നടത്തിയ ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ വിജയ്. ഇന്ത്യയുടെ സൈനിക ശക്തിയെ ചെറുത്തു തോൽപ്പിക്കാൻ കെൽപ്പില്ലാതെ വെറും 36 മണിക്കൂറിനുള്ളിൽ പോർച്ചുഗീസ് സൈന്യം ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങി. അതോടെ ഗോവ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായി മാറി. ഓപ്പറേഷൻ മേഘദൂത്. 1984 ഈ ഓപ്പറേഷൻ ലോകത്തെ ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമിയായ സിയാച്ചിനിലാണ് നടന്നത്. 6000 മീറ്റർ അഥവാ 6 കിലോമീറ്റർ ഉയരത്തിൽ ഇന്ത്യ പാക് അതിർത്തിയിലെ ഈ മഞ്ഞു മൂടിയ പ്രദേശം കീഴടക്കാൻ പാക് സൈന്യം നടത്തിയ നീക്കത്തോട് ഇന്ത്യൻ സൈന്യം ശക്തമായി പ്രതികരിച്ചു. 1984 ഏപ്രിൽ 13 ഇന്ത്യൻ ആർമിയുടെ കുമോൺ റെജിമെന്റും ലഡാക്ക് സ്കൗട്ട്സും ചേർന്ന് നടത്തിയ ഓപ്പറേഷന് എയർഫോഴ്സിന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ ഇന്ത്യയുടെ ആക്രമണത്തെ ചെറുക്കാൻ പാകിസ്ഥാൻ നന്നേ കഷ്ടപ്പെട്ടു. -60°C എന്ന മരവിച്ചു പോകുന്ന താപനിലയിൽ ഹിമപാതങ്ങൾ ഏറെ സാധ്യതയുള്ള സിയാച്ചിനിൽ പാക് സേന കൈവശപ്പെടുത്തിയിരുന്ന പ്രധാന പ്രദേശങ്ങളെല്ലാം ധീരമായി പോരടിച്ച് തിരിച്ചുപിടിച്ച ഇന്ത്യൻ ആർമിയുടെ ധീരതയെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. ഇന്ത്യൻ ആർമിയുടെ ഈ സിയാച്ചിൻ ഓപ്പറേഷനിൽ -30°C പാക് ബങ്കറിലേക്ക് ഒറ്റയ്ക്ക് കയറി ചെന്ന് 6 പാകിസ്ഥാൻ സൈനികരെ കൊന്ന് ധീരത കാട്ടിയ നായക് സുബേദാർ ബനാസിംഗിനെ രാജ്യം പിന്നീട് പരംവീർ ചക്ര നൽകി ആദരിച്ചിരുന്നു. 1983 ഏപ്രിൽ 13 തുടങ്ങി പ്രധാന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സിയാച്ചിന്റെ 70% കീഴടക്കിയ ഇന്ത്യ 1984 ജൂണിൽ ഓപ്പറേഷന്റെ വിജയം പ്രഖ്യാപിച്ചിരുന്നു. പാകിസ്ഥാനും ചൈനയുമെല്ലാം അവകാശമുന്നയിക്കുന്ന സിയാച്ചിനിൽ ഇന്നും 3000-ലധികം സൈനികരുടെ കടുകിട തെറ്റാത്ത ജാഗ്രതയുണ്ട്. അതും -60°C എന്ന അസ്ഥിമരവിക്കുന്ന കൊടും തണുപ്പിൽ. അതിശൈത്യത്തെയും മഞ്ഞടിച്ചിലിനെയും അതിജീവിച്ച് നുഴഞ്ഞുകയറ്റക്കാരെ പ്രതിരോധിച്ച് നമ്മുടെ രാജ്യത്തെ കാക്കുന്ന ധീര ജവാന്മാരെ എങ്ങനെയാണ് നമുക്ക് വർണ്ണിക്കാനാവുക? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. 1980കളിൽ പഞ്ചാബിൽ ശക്തിയാർജിച്ച ഖലിസ്ഥാൻ തീവ്രവാദികൾ ജർണൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ അമൃത്സറിലെ സുവർണ ക്ഷേത്രം പിടിച്ചടക്കി. ക്ഷേത്രത്തിനുള്ളിൽ വൻ ആയുധ സന്നാഹവുമായി തമ്പടിച്ച തീവ്രവാദികളെ നീക്കം ചെയ്യാനും ക്ഷേത്രം തിരിച്ചുപിടിക്കാനും സേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. 1984 ജൂൺ 1 ഇന്ത്യൻ ആർമിയുടെ പാരാ കമാൻഡോസും CRPFും ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സും വിജയൻ ടാങ്കർ ഉൾപ്പെടെ വൻ സന്നാഹങ്ങളോടെ ക്ഷേത്രം വളഞ്ഞു. തുടർന്ന് നടന്നത് സൈന്യവും തീവ്രവാദികളും തമ്മിലുള്ള ശക്തമായ പോരാട്ടമായിരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ ഗ്രനേഡുകൾ പതിച്ചു. ടാങ്കറുകളിൽ നിന്നുള്ള പ്രയോഗമേറ്റ് ഗോൾഡൻ ടെമ്പിളിന് സാരമായ കേടുപാടുകൾ പറ്റി. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ജൂൺ 10 ഭിന്ദ്രൻവാല കൊല്ലപ്പെട്ടതോടെ ഖലിസ്ഥാൻ തീവ്രവാദികൾ പരാജയം രുചിച്ചു. ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ പൂർത്തിയാക്കി. പക്ഷേ ഏറെ വിവാദങ്ങൾക്കും രാഷ്ട്രീയമായ പല സംഭവവികാസങ്ങൾക്കും ഈ ഓപ്പറേഷൻ വഴിയൊരുക്കുകയുണ്ടായി. ഗോൾഡൻ ടെമ്പിളിൽ ടാങ്കറുകൾ ഉപയോഗിച്ചതും ക്ഷേത്രത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചതും വലിയ വിവാദങ്ങളായി. ഓപ്പറേഷനിൽ 500-ലധികം തീവ്രവാദികൾക്കൊപ്പം 83 സൈനികരും 1000-ഓളം സാധാരണക്കാരും മരിച്ചു വീണത് അന്നത്തെ ഇന്ദിരാഗാന്ധി ഭരണകൂടത്തിനെതിരെ വലിയ രോഷമുയരാൻ കാരണമായി. പ്രത്യേകിച്ചും സിഖ് ജനതയ്ക്കിടയിൽ അതൊരു പ്രതികാരത്തിനുള്ള തിരികൊളുത്തുകയുണ്ടായി. തൽഫലമെന്നോണം 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായ സിഖുകാർ തന്നെ പ്രതികാരമെന്നോണം ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നു. അതിന്റെ ഫലമായി ഉയർന്ന സിഖ് വിരുദ്ധതയും കലാപത്തിലാണ് കലാശിച്ചത്. 3000-ലധികം സിഖുകാരാണ് അന്ന് ആ കലാപത്തിൽ ജീവൻ വെടിഞ്ഞത്. 83 പട്ടാളക്കാർക്കും 1000-ഓളം സാധാരണക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ട 3000-ലധികം സിഖുകാർ കൊല ചെയ്യപ്പെടാൻ കാരണമായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ത്യൻ ആർമിയുടെ വിവാദപൂർണമായ ഓപ്പറേഷനായി ഇന്നും പരിഗണിക്കുന്നുണ്ട്. ഓപ്പറേഷൻ പവൻ. ശ്രീലങ്കയിൽ തമിഴ് പുലികൾക്കെതിരെയുള്ള ശ്രീലങ്കൻ സർക്കാരിന്റെ ദൗത്യത്തെ സഹായിക്കുക എന്നതായിരുന്നു ഈ ഓപ്പറേഷന്റെ ലക്ഷ്യം. 1987 ഓപ്പറേഷന്റെ ഭാഗമായി ലങ്കയിലെത്തിയ ഇന്ത്യൻ സൈന്യത്തിന് 1200-ലധികം ധീര ജവാന്മാരെ ദൗത്യത്തിനിടെ നഷ്ടപ്പെടുകയുണ്ടായി. 1990 ദൗത്യം പൂർത്തിയാക്കാനാവാതെ ഓപ്പറേഷനിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങുകയായിരുന്നു. ഓപ്പറേഷൻ കാക്ടസ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും വേഗതയിലുള്ള വിജയകരമായ ഇന്റർനാഷണൽ ഓപ്പറേഷനായിരുന്നു മാലദ്വീപ്സിൽ സേന നടത്തിയ ഓപ്പറേഷൻ കാക്ടസ്. 1988 നവംബർ 3 പീപ്പിൾ ലിബറേഷൻ ഓർഗനൈസേഷൻ ഓഫ് തമിഴ് ഈലം എന്ന പേരിൽ 1500-ൽ പരം തമിഴ് തീവ്രവാദികൾ ആയുധ സന്നാഹങ്ങളോടെ മാലദ്വീപിന്റെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം കീഴടക്കി. ഒളിവിൽ പോയ മാലദ്വീപ് പ്രസിഡന്റ് മൗമൂൻ അബ്ദുൽ ഖയ്യൂം മാലദ്വീപിന്റെ രക്ഷക്കായി ലോകരാഷ്ട്രങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചു.
അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി മാൽദ്വീപിന്റെ രക്ഷയ്ക്കായി ഉടൻ തന്നെ സൈനിക സഹായത്തിനും നടപടിക്കും ഉത്തരവിട്ടു. ഉത്തരവിനെ തുടർന്ന് 50ാം പാരച്യൂട്ട് റെജിമെന്റിലെ പാരാ കമാൻഡോസും എയർ കവർ എന്നോണം MiG-29 ഫൈറ്റർ ജെറ്റുകളും നാവികസേനയുടെ INS ഗോദാവരിയും INS ബെത്വയും ചേർന്ന സന്നാഹം കരയിലും കടലിലും വായുവിലും എന്തും നേരിടാൻ തയ്യാറായി മാലദ്വീപിലേക്ക് പടനയിച്ചു. സഹായാഭ്യർത്ഥന ലഭിച്ച നവംബർ 3 രാത്രി തന്നെ 9:30 IL-76 വിമാനത്തിൽ ഇന്ത്യൻ പാരാട്രൂപ്പേഴ്സ് മാലിയിൽ പറന്നിറങ്ങി. പിറ്റേന്ന് പുലർച്ചെ സേനയുടെ സംയുക്ത നീക്കത്തിൽ മാലി എയർപോർട്ട് തീവ്രവാദികളിൽ നിന്നും സേന തിരിച്ചു പിടിച്ചു. ഇന്ത്യൻ ആർമിയുടെ കരയിലും കടലിലും വായുവിലുമുള്ള ആയുധബലത്തോട് ഒരു ദിവസം പോലും ചെറുത്തു നിൽക്കാൻ സാധിക്കാത്ത തീവ്രവാദികൾ തോറ്റ് കീഴടങ്ങി. പ്രസിഡന്റ് കയ്യൂമിനെ സേന ഒളിവിൽ നിന്നും രക്ഷപ്പെടുത്തി. വെറും 24 മണിക്കൂറിനുള്ളിൽ ഒരൊറ്റ പട്ടാളക്കാരന്റെ ജീവൻ പോലും നഷ്ടപ്പെടാതെ 19 തീവ്രവാദികളെ വധിച്ച് 200-ലധികം പേരെ ബന്ദികളാക്കി മാലിയെ സ്വതന്ത്രമാക്കിയ ഏറ്റവും വേഗതയേറിയ ഇന്റർനാഷണൽ ഓപ്പറേഷൻ പൂർത്തിയാക്കിയ ഇന്ത്യൻ ആർമിക്ക് മാലദ്വീപ് ഇന്നും സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകി ആദരിക്കുന്നുണ്ട്. ഒരു ചെറിയ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ ഇന്ത്യൻ ആർമിക്ക് 24 മണിക്കൂർ തികച്ചും വേണ്ട എന്നതിന്റെ തെളിവായും ഈ ഓപ്പറേഷൻ ലോകത്തിനു മുന്നിൽ ഇന്നുമുണ്ട്. 1999 ഓപ്പറേഷൻ വിജയ്. കാർഗിൽ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഓപ്പറേഷന്റെ കാരണം ലോകത്തെ ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമികളിലൊന്നായ ജമ്മു കാശ്മീരിലെ കാർഗിലിലേക്ക് നിയന്ത്രണ രേഖ മറികടന്ന് മ്യൂജിക്കാൻ തീവ്രവാദികളുടെ വേഷത്തിൽ പാക് സൈന്യം കടന്നുവന്ന് ഇന്ത്യയെ പ്രകോപിപ്പിച്ചതായിരുന്നു. 1999 മെയ് മാസത്തിൽ പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റം തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ആർമി കരസേനയും വായുസേനയും സംയുക്തമായുള്ള ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു. പ്ലാൻ പ്രകാരം തൊട്ടടുത്ത മാസം ജൂണിൽ ഗ്രനേഡിയേഴ്സും രജപുത്രാനെയും ജാഗ് റെജിമെന്റും ഉൾപ്പെടുന്ന കരസേനയും MiG-21, MiG-27, മിറാജ് എന്നിങ്ങനെ എയർ സ്ട്രൈക്കേഴ്സ് ഉൾപ്പെടുന്ന വായുസേനയും ബൊഫോസ് ഹോവിസ്റ്ററും ഉൾപ്പെടെ വൻ സന്നാഹങ്ങളോടെ പാക് സേനയോട് പൊരുതിയ ഇന്ത്യൻ ആർമി പോയിന്റ് 5140, ടൈഗർ ഹിൽ, തോളോലിംഗ് ഉൾപ്പെടെ പാക് സേന അധീനപ്പെടുത്തിയിരുന്ന പ്രധാന പ്രദേശങ്ങളെല്ലാം തിരിച്ചുപിടിച്ചു. 1500-ൽ പരം പാക് തീവ്രവാദികളെയും സൈന്യത്തെയും വധിച്ച ഇന്ത്യക്ക് 527ഓളം ധീര ജവാന്മാരുടെ രക്തസാക്ഷിത്വത്തിനും സാക്ഷികളാകേണ്ടി വന്നു. 60 ദിവസം നീണ്ടുനിന്ന ശക്തമായ യുദ്ധത്തിനൊടുവിൽ കാർഗിലിൽ വെന്നിക്കൊടി പാറിച്ച ഇന്ത്യൻ ആർമിയുടെ ധീരതയും പോരാട്ടവീര്യവും ശക്തിയും ലോക പ്രശംസ പിടിച്ചുപറ്റി. പാകിസ്ഥാന് ലജ്ജാകരമായ പരാജയം സമ്മാനിച്ച് ഇന്ത്യൻ ആർമി ഓപ്പറേഷൻ വിജയുടെ വെന്നിക്കൊടി പാറിച്ച ജൂലൈ 26 ഇന്നും കാർഗിൽ വിജയ ദിനമായി ആചരിക്കുന്നുണ്ട്. ഉയർന്ന പർവ്വതനിരകളിൽ മഞ്ഞു പുതഞ്ഞ കാർഗിലിൽ -15 ഡിഗ്രി സെൽഷ്യസിൽ അസാധ്യമെന്ന് വിധിയെഴുതിയ ഓപ്പറേഷനൊടുവിൽ ഓപ്പറേഷൻ വിജയ് സാധ്യമാക്കിയ ഇന്ത്യൻ ആർമിയുടെ ധീരത ചരിത്രാധ്യായമായി കുറിക്കപ്പെട്ടിട്ടുണ്ട്. 2016 സർജിക്കൽ സ്ട്രൈക്ക്. ജമ്മുവിലെ ഉറിയിൽ 2016 സെപ്റ്റംബർ 18 19 ഇന്ത്യൻ ജവാന്മാരുടെ മരണത്തിന് കാരണമായ 4 ജെയ്ഷെ മുഹമ്മദ് ഭീകരർ നടത്തിയ സ്ഫോടനത്തിന് പ്രതികാരമെന്നോണം പാക് അധീന കശ്മീരിലെ തീവ്രവാദ ക്യാമ്പുകളിൽ സെപ്റ്റംബർ 21 രാത്രിയിൽ ഇന്ത്യൻ ആർമിയുടെ സ്പെഷ്യൽ കമാൻഡോസ് നടത്തിയ മിന്നലാക്രമണമായിരുന്നു സർജിക്കൽ സ്ട്രൈക്ക്. ഇരുട്ടിൽ നിയന്ത്രണ രേഖ മറികടന്നു ചെന്ന് പാക് അധീന കശ്മീരിൽ ഭീംഗർ, ലിപ്പ, കെൻ എന്നിങ്ങനെ 4 പ്രധാന തീവ്രവാദ ക്യാമ്പുകൾ ചുട്ടരിച്ച് 50ഓളം തീവ്രവാദികളെ ഉന്മൂലനം ചെയ്ത ഇന്ത്യൻ ആർമിയുടെ ധീരതയുടെ മറ്റൊരു മുഖമാണ് അന്ന് ലോകം കണ്ടത്. 2019 ബലേക്കോട്ട് എയർ സ്ട്രൈക്ക്. 2019 ഫെബ്രുവരി 14 ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ 40 CRPF ജവാന്മാർ കൊല്ലപ്പെടാനിടയായ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാരമെന്നോണം 2019 ഫെബ്രുവരി 26 ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ പ്രത്യാക്രമണമാണ് ബലേക്കോട്ട് എയർ സ്ട്രൈക്ക്. എയർഫോഴ്സിന്റെ മിറാജ് ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാനിലെ ബലേക്കോട്ടിൽ ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ ക്യാമ്പുകൾ തകർത്ത് 300-ലധികം തീവ്രവാദികളെ ഉന്മൂലനം ചെയ്തെന്ന റിപ്പോർട്ട് പാകിസ്ഥാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഓപ്പറേഷൻ ആൾ ഔട്ട്. 2015 മുതൽ ഇന്നും തുടരുന്ന ഈ ഓപ്പറേഷന്റെ ലക്ഷ്യം കശ്മീരിൽ നിന്നും തീവ്രവാദത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. 2019 മാത്രം ഓപ്പറേഷൻ ഓൾ ഔട്ടിലൂടെ ഇന്ത്യൻ ആർമി കൊന്നുതള്ളിയത് 200-ൽ പരം തീവ്രവാദികളെയാണ്. തീവ്രവാദത്തോട് ഒരു തരത്തിലും സന്ധിയാവില്ലെന്ന ഇന്ത്യൻ ആർമിയുടെ നിലപാട് ലോകത്തിന് തന്നെ പ്രതീക്ഷയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെയും ആപൽഘട്ടങ്ങളിൽ അയൽ രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്ക് സമാനതകളില്ലാത്ത ത്യാഗം സഹിച്ച് ധീരതയുടെ ആൾരൂപങ്ങളായി നിലകൊള്ളുന്ന ഇന്ത്യൻ ആർമിക്ക് തികഞ്ഞ ബഹുമാനത്തിൽ ഒരു സല്യൂട്ടോടെ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ.